നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ജപ്പാൻ നാടോടി കഥയാണ്. ഒരിടത്ത് ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അയാൾ പരമ ദരിദ്രനായിരുന്നു. പക്ഷേ അയാൾ സത്യസന്ധനായിരുന്നു. എല്ലാവരോടും ദയ കാണിക്കുക അയാളുടെ ഒരു ശീലമായിരുന്നു. ഒരു നാൾ ഉച്ചതിരിഞ്ഞ് അയാൾ വയലിൽ പണിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കൊക്ക് പറന്നു വന്ന് ആ കർഷകൻ്റെ കാൽച്ചുവട്ടിൽ വീണു. മിന്നൽ പോലത്തെ വെളുവെളുത്ത നിറം, വെൽവെറ്റ് പോലെ മൃദുലസുന്ദരമായ ചിറകുകൾ. കാലടിയിൽ വന്നു വീണ അത് എഴുന്നേറ്റ് വീണ്ടും പറക്കാനാവാതെ അവിടെ തന്നെ കിടന്നു. വളരെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ വേദന സഹിക്കാനാവാതെ അത് പിടയുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ കുനിഞ്ഞതിനെ കയ്യിലെടുത്തു. നോക്കിയപ്പോൾ അതിൻ്റെ ചിറകിൻ്റെ ഉൾവശത്ത് ഒരു അമ്പ് തറച്ചു കയറിയിരിക്കുകയാണ്. അയാളത് കണ്ടു. അതുകൊണ്ടാണത് പറക്കാനാവാതെ നിലം പതിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ ഹൃദയം വേദന കൊണ്ട് അയാൾക്ക് വിഷമമായി. അമ്പ് ഊരിക്കളഞ്ഞിട്ട് ആ മുറിവിൽ അയാൾ വെള്ളം ഉപയോഗിച്ച് കഴുകി. എന്നിട്ട് ആ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടി മെല്ലെ മെല്ലെ അതിനെ ചലിപ്പിക്കുവാൻ തുടങ്ങി. വളരെ ശ്രദ്ധയോടുകൂടി വേണം പറക്കുവാൻ, അല്ലെങ്കിൽ ഇനിയും ഏതെങ്കിലും വേടൻ്റെ കണ്ണിൽപ്പെട്ടാൽ അവനും നിൻ്റെ നേർക്ക് അമ്പ ചെയ്ത് കളയുമെന്ന് അയാൾ ആ കൊക്കിൻ്റെ പുറത്ത് മെല്ലെ തലോടിക്കൊണ്ട് പറഞ്ഞു. കൊക്ക് അവൻ്റെ ശിരസിന് ചുറ്റും 3 വട്ടം പറന്നതിന് ശേഷം അതിൻ്റെ പാട്ടിന് എങ്ങോട്ടോ പോയി. ഇങ്ങനെ ചെയ്തത് കണ്ടപ്പോൾ അതതിൻ്റെ നന്ദി പ്രകടിപ്പിച്ചതായിരിക്കുമെന്ന് അയാൾക്ക് തോന്നി. 3 പ്രാവശ്യമാണ് അയാളുടെ ശിരസിന് ചുറ്റും അത് പറന്നത്. അതുകൊണ്ടാണത് നന്ദി പ്രകടനമാണെന്ന് അയാൾക്ക് തോന്നുവാൻ കാരണം. ഒരു നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു മാനസിക സംതൃപ്തി അയാൾക്കുണ്ടായി. രാത്രി അയാൾ വീട്ടിൽ തിരിച്ചെത്തി. വീട്ടുവാതിക്കൽ അപ്പോൾ അതീവ സുന്ദരിയായ ഒരു യുവതി അയാളെ പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുന്നത് അയാൾ കണ്ടു. അയാളെ കണ്ടതും സ്വാഗതം ചെയ്തുകൊണ്ട് ആ സുന്ദരി പറഞ്ഞു, പ്രഭാതം മുതൽ പ്രദോഷം വരെ പണിയെടുത്ത് വളരെ ക്ഷീണിച്ചു പോയിരിക്കും അല്ലേ? വന്നാട്ടെ, വന്ന് വിശ്രമിച്ചാട്ടെ. അയാൾക്ക് യാതൊരു എത്തും പിടിയും കിട്ടിയില്ല. അയാൾ അമ്പരപ്പോടെ ആ യുവതിയെ മിഴിച്ചു നോക്കി. താൻ വീട് തെറ്റിയതാണോ വന്ന് കയറിയിരിക്കുന്നതെന്ന് അയാൾക്ക് തോന്നി. ഇത് എൻ്റെ വീട് തന്നെയാണോ? നീ ആരാണ്? അയാൾ വിറയാർന്ന സ്വരത്തിൽ ആ യുവതിയോട് ചോദിച്ചു. ഇത് നിങ്ങളുടെ വീട് തന്നെ, ഞാൻ നിങ്ങളുടെ ഭാര്യയാകാൻ പോകുന്നവളാണ്. അവൾ പറഞ്ഞു, കള്ളം, പച്ചക്കള്ളമാണ് നീ പറയുന്നത്. എന്നെപ്പോലെയുള്ള ഒരു ദരിദ്രനെ കല്യാണം കഴിക്കാൻ ഒരു പെണ്ണും മുതിരുകയില്ല എന്നായി അയാൾ. നിങ്ങളൊന്ന് വിഷമിക്കാതിരിക്കണം, നമുക്ക് ചോറുണ്ണാൻ ഞാൻ അരി കൊണ്ടുവന്നിട്ടുണ്ട്.